പ്രഭാത വാർത്തയിലേക്ക് വിശദമായി കടക്കുകയാണ്. ഇന്ന് മഹാത്മാഗാന്ധിയുടെ 76ാം രക്തസാക്ഷി ദിനം. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അടക്കം രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തും. 9:45ഓടെ സർവ്വമത പ്രാർത്ഥനയ്ക്കും തുടക്കമാകും. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുന്നു. ആർ കെ, ഗാന്ധി സ്മരണയിലാണ് രാജ്യം. ഇന്ന് രാജ്ഘട്ടിൽ പ്രത്യേക പ്രാർത്ഥനയുണ്ട്, ഒപ്പം മറ്റ് ചടങ്ങുകളുണ്ട്. വിവരങ്ങൾ. രാജ്യം ഇന്ന് 76ാം രക്തസാക്ഷിത്വ ദിനമാണ് ആചരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് നേരെ മതവിദ്വേഷം പുലർത്തുന്ന നാഥുറാം വിനായക് ഗോഡ്സെ 76 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ ജീവൻ അപഹരിച്ചത്. രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുഃഖമുണ്ടാക്കുന്ന ഈ സംഭവം രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഏറ്റവും കറുത്ത ഏടുകളിൽ ഒന്നായി കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ ദിവസം മഹാത്മാഗാന്ധിയുടെ സ്മരണയിലാണ് രാജ്യം ഉള്ളത്. ലോകത്തെമ്പാടും ഇന്ന് ഗാന്ധി അനുസ്മരണം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമായിട്ടുള്ള രാജ്ഘട്ടിൽ അതിവിപുലമായിട്ടുള്ള പരിപാടികളാണ് ഗാന്ധി സ്മരണയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 9:45 നടക്കുന്ന സർവമത പ്രാർത്ഥനയാണ്. വലിയ തണുപ്പ് ഉള്ളത് കൊണ്ടാണ്, നിലവിലുള്ള കാലാവസ്ഥ പരിഗണിച്ചാണ് 9:45 സമയം മാറ്റിയിരിക്കുന്നത്. രാഷ്ട്രപതി ഒപ്പം പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന സർവമത പ്രാർത്ഥനയായിരിക്കും നടക്കുക. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ മഹാത്മാഗാന്ധി ലോകത്തെ തന്നെ ഏറ്റവും വീക്ഷണാശാലിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിന്തകൻ എന്ന രീതിയിലാണ് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്. അഹിംസ മാർഗമാക്കി എത്ര വലിയ ശക്തിയെയും നേരിടാൻ സാധിക്കും എന്ന ഒരു ഉദാഹരണം ലോകത്തിന് മുന്നിൽ കാണിച്ചു നൽകിയ മഹാത്മാഗാന്ധി ഇതിന് അനുബന്ധമായിട്ടുള്ള ചടങ്ങുകൾ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ദക്ഷിണാഫ്രിക്കയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും അടക്കമാണ് ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്നത്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ഗാന്ധി അനുസ്മൃതി നടക്കും. രാജ്ഭവനുകൾ കേന്ദ്രീകരിച്ചും ഒപ്പം അതത് സംസ്ഥാന സർക്കാരുകളുടെ ആഭിമുഖ്യത്തിലും ഒക്കെയാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. ഇതൊന്നും കൂടാതെ വ്യത്യസ്ത സംഘടനകളുടെ നേതൃത്വത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും ഗാന്ധി അനുസ്മൃതി ഇന്ന് നടക്കും. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ നിയമസഭയിൽ ഇന്നും തുടരും. ഗവർണർക്കെതിരെ ഭരണപക്ഷം രൂക്ഷമായ വിമർശനങ്ങൾ ചർച്ചയിൽ ഉന്നയിക്കും. സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണെന്ന് അവതരിപ്പിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളതിനാൽ അടിയന്തര പ്രമേയത്തിന് മേലുള്ള നോട്ടീസിൽ ചർച്ച ചെയ്തതിനെക്കുറിച്ചും സർക്കാർ ആലോചിക്കുന്നുണ്ട്. രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് അവലോകന യോഗം ചേരും. സുരക്ഷ CRPFന് കൈമാറുന്നതിന് പിന്നാലെയാണ് യോഗം ചേർന്നത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ രാജ്ഭവൻ, പോലീസ്, CRPF പ്രതിനിധികളും പങ്കെടുക്കും. കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരായ SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളെ തുടർന്നാണ് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിയത്. ബംഗളൂരുവിൽ നിന്നുള്ള CRPFന്റെ 41 പ്രത്യേക VIP സെക്യൂരിറ്റി സംഘമാണ് ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നത്. ഗവർണർ രാജ്യത്തെവിടെ പോയാലും Z+ സുരക്ഷ ഒരുക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിലെ BJP നേതാവ് രൺജി ശ്രീനിവാസ് വധക്കേസിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. കേസിൽ വിചാരണ നേരിട്ട പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. 2021 ഡിസംബറിലാണ് ആലപ്പുഴ നഗരത്തെ ഞെട്ടിച്ച കൊലപാതക പരമ്പര നടക്കുന്നത്. ഡിസംബർ 18 രാത്രി SDPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന KS ഷാൻ കൊല്ലപ്പെട്ടു. പിറ്റേന്ന് പുലർച്ചെ രൺജിത്ത് ശ്രീനിവാസനെ ഒരു സംഘം വീട്ടിൽ കയറി മാതാവിന്റെയും ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി. കേസിലെ 15 പ്രതികൾ മാവേലിക്കര ജില്ലാ ജയിലിലാണ്. കേസിൽ 156 സാക്ഷികളെയും 1000-ഓളം രേഖകളും 100-ൽ പരം തൊണ്ടിമുതലുകളുമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ R പ്രതാപ് ജി പടിക്കൽ കോടതിയിൽ ഹാജരാക്കിയത്. സാക്ഷികൾക്കും പ്രോസിക്യൂഷൻ അഭിഭാഷകർക്കും നേരെ കടുത്ത ഭീഷണി നിലനിന്നിരുന്ന സാഹചര്യത്തിൽ ശക്തമായ സുരക്ഷയാണ് വിചാരണാവേളയിൽ പോലീസ് ഒരുക്കിയത്. രൺജിത്ത് ശ്രീനിവാസൻ പ്രാക്ടീസ് ചെയ്തിരുന്ന ആലപ്പുഴ കോടതിയിൽ നിന്ന് കേസിന്റെ വിചാരണ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്ന് കേസിന്റെ വാദം നടന്നത് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലാണ്. രൺജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകവും പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കാനുള്ള കാരണങ്ങളിലൊന്നാണ്. കേസിൽ ആലപ്പുഴ ഡിവൈഎസ്പി ജയരാജാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലും പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് PP ഹാരിസും ഹാജരായി. അതേസമയം
ഷാൻ വധക്കേസ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി അടുത്ത മാസം 2-ാം തീയതി വീണ്ടും പരിഗണിക്കും. 24 ആലപ്പുഴ. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനീഷ് മഹിപാൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. മനീഷ്, എത്ര മണിക്കായിരിക്കും വിധി പ്രസ്താവം ഉണ്ടാവുക? ഒപ്പം തന്നെ ഈ പ്രതികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പരമാവധി ഇളവ് നൽകണം എന്നാണ്. അവരുടെ മാനസിക നില പരിശോധനയൊക്കെ നേരത്തെ പൂർത്തിയായതുമാണ്. വിവരങ്ങൾ ഇന്ന് പകൽ 11 മണിയോടുകൂടി ആലപ്പുഴ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി 1-ൽ ജഡ്ജി VG ശ്രീദേവി വിധി പറയും. ആദ്യത്തെ കേസായി തന്നെ പരിഗണിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മാവേലിക്കര കോടതിയിൽ ഇത് പരിഗണിച്ചുകൊണ്ട്, ഇത് കണക്കാക്കിക്കൊണ്ട് തന്നെ വലിയ സുരക്ഷയുണ്ട്. കോടതിക്കകത്ത് ഒരു ഡിവൈഎസ്പിയും പുറത്ത് മറ്റൊരു ഡിവൈഎസ്പി, അങ്ങനെ 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള വലിയ കനത്ത സുരക്ഷയായിരിക്കും മാവേലിക്കര കോടതിക്ക് ഉള്ളിലും പരിസരത്തും ഒക്കെ തന്നെ പോലീസ് ഏർപ്പെടുത്തുന്നത്. അത്തരത്തിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടെന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള സുരക്ഷ ഉറപ്പാക്കുന്നത്. ഇന്ന് വിധി പറയുമ്പോൾ ഏറെ നിർണായകമായിരിക്കും. കാരണം കേരളം കണ്ട മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച 2 കൊലപാതകങ്ങളിൽ ഒന്ന്. ആ കൊലപാതകത്തിൽ ഇന്ന് എന്ത് വിധിയായിരിക്കും പറയുക എന്നുള്ള കാര്യം. ഇതിൽ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പ്രതാപ് ജി പടിക്കൽ കോടതിയിൽ വാദിച്ചത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. കാരണം ഇത് അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുൻപിലിട്ടാണ് ക്രൂരമായ കൊലപാതകം നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ പ്രതികൾ ഗൂഢാലോചന നടത്തി. പ്രതികൾ മാസങ്ങൾക്ക് മുൻപേ തന്നെ ഇതിനുള്ള ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി. ഈ ഹിറ്റ് ലിസ്റ്റ് 3-ാം പ്രതിയുടെ ഭാര്യയുടെ ഫോണിൽ നിന്നും കണ്ടെത്തി. അങ്ങനെ അത്തരത്തിലുള്ള വാദങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണം, പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. അവസാന ഘട്ടത്തിൽ ശിക്ഷയിന്മേൽ പിന്നീട് പ്രതിഭാഗം വാദിച്ചപ്പോൾ, പ്രതിഭാഗം അപൂർവമായ കേസല്ല, ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്. ഇതിനു മുൻപ് കേരളത്തിൽ പല കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട്. അതിൽ TP ചന്ദ്രശേഖരൻ കൊലക്കേസ്, ജയകൃഷ്ണൻ മാസ്റ്റർ കൊലക്കേസ് ഒക്കെ തന്നെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. ഒപ്പം തന്നെ പ്രതികൾ ഈ ഗൂഢാലോചന നടത്തിയില്ല. ഷാൻ വധക്കേസിൽ ഷാൻ ആദ്യം വധിക്കപ്പെടുന്നു. ഷാൻ കൊല ചെയ്യപ്പെട്ടതിലുള്ള ഒരു പെട്ടെന്നുള്ള പ്രകോപനമാണ് പ്രതികളെ കൊണ്ട് ഈ രീതിയിലുള്ള കൃത്യം നടത്താൻ പ്രേരിപ്പിച്ചത് എന്ന വാദമാണ് പ്രതിഭാഗം കോടതിയിൽ നേരിട്ടത്. അതുകൊണ്ട് അപൂർവമായ കേസല്ല. പ്രതികളുടെ പ്രായം, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കണമെന്ന് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു. പക്ഷേ അപ്പോഴും പ്രോസിക്യൂഷൻ പറഞ്ഞത് കേസിലെ പ്രതികളിൽ ആകെ 30 വയസ്സിൽ താഴെയുള്ള ഒരാൾ മാത്രമാണ്. അതുമല്ല, ക്രിമിനൽ പശ്ചാത്തലമുള്ള മറ്റു പ്രതികളുണ്ട്. അതുകൊണ്ട് ഇവർ പുറത്തിറങ്ങിയാൽ, ശിക്ഷ വേഗം പുറത്തിറങ്ങിയാൽ അത് സമൂഹത്തിന് തന്നെ ഭീഷണിയാകും എന്നുള്ളൊരു വാദം കൂടി പ്രോസിക്യൂഷൻ നിരത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ കുറ്റപത്രം വളരെ വേഗത്തിലായിരുന്നു. ഏകദേശം 90 ദിവസം കൊണ്ട്, 3 മാസം കൊണ്ട് കുറ്റപത്രം തയ്യാറാക്കി. 9 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി. വളരെ സുദൃഢമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകളാണ്. 100-ലധികം സാക്ഷികളുണ്ട്. ഒപ്പം തന്നെ മുൻകൂറുകളൊക്കെ തന്നെ കൃത്യമായി പോലീസിന് ആ സമയത്ത് തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പ്രതികളെയും ഏറ്റവും പെട്ടെന്ന് തന്നെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേസിൽ കൃത്യമായ തെളിവുകളും വ്യക്തമായ തെളിവുകളും ഉള്ളത് കൊണ്ട് തന്നെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണെങ്കിലും 11 മണിക്കൂറിൽ അറിയാൻ സാധിക്കും കേരളത്തെ ഞെട്ടിച്ച കൊലപാതകത്തിൽ എന്ത് വിധിയായിരിക്കും കോടതി പറയുകയെന്ന്. പ്രജിൻ. ശരി, മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ബീഹാറിലെ അരാരിയയിൽ പര്യടനം നടത്തും. ഇന്നലെ ബീഹാറിൽ പ്രവേശിച്ച ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച രാഹുൽ നിതീഷിനെതിരെയുള്ള പരാമർശങ്ങൾ ഇന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. നിതീഷ് കുമാർ NDAയിൽ എത്തിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വലിയ പരിപാടികളാണ് യാത്രയുടെ ഭാഗമായി കോൺഗ്രസ് ഒരുക്കിയത്. പൂർണിയയിൽ മഹാറാലി സംഘടിപ്പിക്കും. രാഹുലിന്റെ യാത്രയിൽ RJD നേതാക്കളെയും ഇടത് പാർട്ടി നേതാക്കളെയും പങ്കെടുപ്പിക്കാനുള്ള ശ്രമവും കോൺഗ്രസ് നടത്തുന്നുണ്ട്. ബംഗാളിലെ മാൽഡയിലെ ഗസ്റ്റ് ഹൌസിൽ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ബീഹാർ പര്യടനത്തിന് ശേഷം യാത്ര നാളെ ബംഗാളിൽ മടങ്ങിയെത്തും. ബീഹാറിൽ മന്ത്രിസഭാ വികസനം 4 ദിവസത്തിനകം ഉണ്ടാകും. ഇത് പൂർത്തിയായ ശേഷം വകുപ്പ് വിഭജനത്തിലേക്ക് കടന്നാൽ മതിയെന്നാണ് തീരുമാനം. കേന്ദ്ര ഏജൻസികൾ ലാലു പ്രസാദിന്റെ കുടുംബത്തിനു മേൽ പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ മുഴുവൻ മണ്ഡലങ്ങളിലും യാത്ര നടത്താനാണ് RJDയുടെ ആലോചന. ബൽറാം നെടുങ്ങാടി നൽകും അതിന്റെ കൂടുതൽ വിവരങ്ങൾ. ബൽറാം, ഈ മന്ത്രിസഭാ വികസനം അത് ബീഹാറിൽ നീണ്ടുപോകുന്നു. അത്തരം സാധ്യതകളാണോ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ വകുപ്പുകളിന്മേലുള്ള തർക്കങ്ങൾ, സമ്മർദ്ദം, അതൊക്കെ ഏത് രീതിയിലാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്? പ്രജിൻ, ആദ്യ ഘട്ടത്തിൽ 9 പേർ, മുഖ്യമന്ത്രി നിതീഷ് കുമാർ അടക്കമുള്ള 9 പേരാണ് നിലവിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. മറ്റ് മന്ത്രിമാരുടെ കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനം എടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ജീവമായി എല്ലാ പാർട്ടികൾക്കും പ്രാതിനിധ്യം നൽകുന്ന തരത്തിലായിരിക്കും ഈ മന്ത്രിമാരെ
തിരഞ്ഞെടുക്കുക എന്ന് NDA നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതേസമയം വകുപ്പുകളുടെ കാര്യത്തിൽ ചില തർക്കങ്ങൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ആഭ്യന്തര വകുപ്പ് BJPക്ക് വേണം. BJPയുടെ സംസ്ഥാന അധ്യക്ഷനും നിലവിൽ ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാജ് ചൗധരിക്ക് ആഭ്യന്തര വകുപ്പ് വേണം എന്നൊരു അവകാശവാദം BJPക്ക് ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അത് വിട്ടു നൽകാൻ തയ്യാറല്ല. അദ്ദേഹം മറ്റ് മന്ത്രിസഭാ രൂപീകരണം അടക്കമുള്ള മറ്റ് കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നും അതുകൊണ്ട് തന്നെ ആഭ്യന്തരം തനിക്ക് വേണം എന്ന ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. ഇക്കാര്യം സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. ഒപ്പം ഈ നിതീഷ് കുമാർ ഇനിയും ഇത്തരത്തിൽ കക്ഷി മാറാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് BJP അദ്ദേഹത്തിന്റെ താല്പര്യം പരിഗണിക്കാതെയാണ് 2 ഉപമുഖ്യമന്ത്രിമാരെയും തീരുമാനിച്ചിരുന്നത്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതേസമയം ഇത്തരത്തിൽ ലാലു പ്രസാദ് യാദവിനെതിരെയും തേജസ് യാദവിനെതിരെയും ഉൾപ്പെടെ ED നോട്ടീസ് ലഭിച്ച ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പ്രചരണം ആരംഭിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് RJD. ഇതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ബീഹാറിൽ പര്യടനം പൂർത്തിയാക്കിയതിന് പിന്നാലെ തേജസ് യാദവിന്റെ നേതൃത്വത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും സന്ദർശിക്കുന്ന തരത്തിലൊരു പ്രചരണ യാത്ര ആരംഭിക്കാനുള്ള ആലോചനയിലാണ് RJD. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഒളിവിലെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഖനന അഴിമതി കേസിൽ ED സംഘം ഇന്നലെ ഹേമന്ത് സോറന്റെ വസതിയിൽ എത്തിയിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതടക്കം നിയമോപദേശം തേടിയിട്ടുണ്ട് ED. ഹേമന്ത് സോറൻ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് ED കോടതിയെ അറിയിക്കും. R രാധാകൃഷ്ണൻ ഒരിക്കൽ കൂടി ചെയ്ത് ഡൽഹിയിൽ നിന്നും. ആർക്കെ, ഇത് ഹേമന്ത് സോറനെതിരെയുള്ള പുതിയ നീക്കമാണ്. നേരത്തെ ഹാജരാകാൻ വിസമ്മതിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒളിവിൽ എന്നൊരു രീതിയിൽ ED ഈ കാര്യത്തെ അവതരിപ്പിക്കുന്നത്. അത് അക്കാര്യം കോടതിയെ അറിയിക്കാൻ പോവുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അങ്ങനെ ഹേമന്ത് സോറന് മേൽ പിടിമുറുക്കുകയല്ലേ ED? തീർച്ചയായിട്ടുമാണ് പ്രജിൻ. ഹേമന്ത് സോറനെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ റാഞ്ചിയിലെയും ഡൽഹിയിലെയും അടക്കമുള്ള വസതികളിൽ ED എത്തിയിരുന്നു. ഇന്നലെ രാത്രി വൈകിയും ഇത് ആവർത്തിച്ചു. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ED ഹേമന്ത് സോറൻ ഒളിവിലാണ് എന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. EDക്ക് ഇനി കോടതിയെ ഇക്കാര്യം അറിയിച്ചതിന് ശേഷം അദ്ദേഹത്തിനെ കണ്ടെത്താനായിട്ടുള്ള നടപടികളിലേക്ക് ED കടക്കും. നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനുള്ള സാധ്യതകൾ ED പരിശോധിക്കുന്നു എന്നുള്ളതാണ്. ഒരു മുഖ്യമന്ത്രിയെ ലുക്കൌട്ട് നോട്ടീസ് മുഖ്യമന്ത്രിക്കെതിരായി പുറപ്പെടുവിക്കുക എന്നുള്ളത് ഒരുപക്ഷെ അസാധാരണമായിട്ടുള്ള ഒരു സംഭവമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം ED തേടിയിട്ടുണ്ട്. കോടതിയുടെ അനുമതിയോടുകൂടി ഇങ്ങനെ ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചായിരിക്കും ED ആലോചിക്കുന്നത്. ഏതായാലും നാടകീയമായിട്ടുള്ള സംഭവ വികാസങ്ങളിലേക്ക് ജാർഖണ്ഡ് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ശരി, R രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. 2 ദിവസമായി തിരുവനന്തപുരത്ത് തുടരുന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് അവസാനിക്കും. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിവിധ വിഷയങ്ങളിൽ നിലപാടറിയിക്കും. ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ശ്രദ്ധ കാണിച്ചില്ലെന്ന് ഇന്നലെ കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരുന്നു. കേരളത്തിൽ ഗവർണർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കാനും CPIM തീരുമാനിച്ചിട്ടുണ്ട്. ചില മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി അടുത്ത മാസം 11, 12 തീയതികളിൽ CPIM സംസ്ഥാന സമിതി യോഗം ചേരും. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ ഇന്നു മുതൽ വീണ്ടും അനിശ്ചിതകാല സമരത്തിലേക്ക്. സൗജന്യ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കുക, എൻഡോസൾഫാൻ പട്ടികയിൽ നിന്ന് അകാരണമായി പുറത്താക്കിയവരെ തിരിച്ചെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലായിരിക്കും സമരം. സ്കൂളിൽ പോകണ്ടേ? ഉറക്കം തോന്നിക്കൂടാ. നല്ല മൂടായിട്ട് സ്കൂളിൽ പോകണ്ടേ? മൊയോലം സ്വദേശി ലതികയുടെ മകൻ അനിരുദ്ധിന് വയസ്സു 17. എൻഡോസൾഫാൻ ദുരിതബാധിതനാണ്. ഇവർക്ക് സൗജന്യമായി ലഭിച്ചിരുന്ന മരുന്ന് മുടങ്ങിയിട്ട് 5 മാസത്തോളമായി. 5 മാസത്തോളമായി മരുന്ന് നീതികളിൽ നിന്നെല്ലാം കിട്ടുന്ന മരുന്ന് കിട്ടാതായിട്ട് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് മരുന്ന് മാത്രമേ നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നുള്ളൂ.
സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാം തളർന്നു കഴിഞ്ഞു. അതുതന്നെയായിരിക്കും ഒരുപക്ഷെ ഗവൺമെൻറ് വിചാരിക്കുന്നുണ്ട്. രോഗം കാരണം ഞങ്ങൾ ടയേർഡായി, ഞങ്ങൾ രക്ഷിതാക്കൾ അമ്മമാരായാലും. അതുകൊണ്ട് സമരത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ ഞങ്ങൾ പരമാവധി എല്ലാവരെയും മന്ത്രിമാരെയും എല്ലാവരെയും കാണാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ എത്രയെത്ര അമ്മമാർ, കരയാൻ കണ്ണുനീർ ബാക്കിയില്ലാത്തവർ. എൻഡോസൾഫാൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ജീവിതം പാതി വഴിയിലായ ചെർക്കളയിലെ സെഫീറയുടെ മാതാവ് ഖദീജയുടെ വാക്കുകൾ കൂടി കേൾക്കുക. ഇതിന് കുറേ പൈസ ഒരു മാസത്തിൽ 2500 രൂപ എല്ലാന്നേക്കൊക്കെ മരുന്നെടുക്കും. അത് പകുതി മരുന്ന് ഞാൻ എടുക്കുന്നുണ്ടത്. എഴുതി തന്ന മരുന്ന് തേച്ചു എടുക്കുന്നില്ല. ഡോക്ടർ എഴുതി തന്ന മരുന്ന് പകുതി എടുക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ചെയർമാനായ എൻഡോസൾഫാൻ സെല്ലിന്റെ യോഗം ചേർന്നിട്ട് 1 വർഷം പിന്നിട്ടു. പരാതി പറയാൻ പോലും ഇടമില്ലെന്ന് ചുരുക്കം. സമരവുമായി തെരുവിലേക്ക് ഇറങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ദുരിതബാധിതർ. അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്. ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റത്തിൽ മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ CPIM ധാർമ്മികതയുണ്ടെങ്കിൽ ചിന്നക്കനാലിൽ അധികമുള്ള ഭൂമി വിട്ടു നൽകാൻ മാത്യു കുഴൽനാടൻ തയ്യാറാകണമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. അറിയാതെ മതിൽ കെട്ടി എന്ന് പറയുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല. പച്ചയായ കയ്യേറ്റമാണ് നടത്തിയിട്ടുള്ളത്. അതിനാൽ ഭൂമി ഏറ്റെടുത്ത് ഭവനരഹിതർക്ക് വിതരണം ചെയ്യണമെന്നും CPIM ഇടുക്കി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു. കുഴൽനാടൻ്റെ കാര്യം, കുഴൽനാടൻ അധികൃതമായി ഭൂമി കയ്യേറിയതാണല്ലോ. മാത്യു കുഴൽനാടൻ നിയമജ്ഞനോടെയല്ലേ. അപ്പോൾ നിയമജ്ഞനോടാകുമ്പോൾ അദ്ദേഹം നിയമപരമായി കാര്യം ചെയ്യണമല്ലോ. ചുമ്മാ എതിരേലും ഞാൻ മതിൽ കെട്ടി കാണാം. വലിയ മതിൽ കെട്ടി സർക്കാർ ഭൂമി കെട്ടിത്തിരിച്ചതിന് ശേഷം എന്തിനായോ പറയണത്? ഒരു ന്യായമില്ല. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞല്ലോ. ആ ഭൂമി സർക്കാർ തിരിച്ചെടുത്ത് ഭൂരഹിതരായി ഈ ജില്ലയിലെ ആൾ കൊടുക്കണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ ഭൂരഹിതരായ ആളുകൾക്ക് ആ ഭൂമി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് ഗവൺമെൻറ് എടുക്കണം. മാത്യു കുഴൽനാടൻ അന്തസ്സുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഭൂമി, സർക്കാരിൻ്റെ ഭൂമി എൻ്റെ കൈവശമുണ്ടെങ്കിൽ ഞാനത് വിട്ടുകൊടുക്കുമെന്നാണ് പറയേണ്ടത്. കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ആദ്യ ട്രെയിൻ സർവീസ് ഇന്ന് ആരംഭിക്കും. രാത്രി 7:10 പാലക്കാട് ജംഗ്ഷനിൽ നിന്നാണ് സർവീസ്. 54 മണിക്കൂറും 50 മിനിറ്റും പിന്നിട്ട് 3-ാം ദിവസം പുലർച്ചെ 2 മണിക്ക് ട്രെയിൻ അയോധ്യയിൽ എത്തിച്ചേരും. അന്ന് വൈകിട്ട് തന്നെ മടക്കയാത്ര ആരംഭിക്കും. കോയമ്പത്തൂർ വഴിയാണ് സർവീസ്. ഫെബ്രുവരി 4, 9, 14, 19, 24, 29 തീയതികളിലും പാലക്കാട് നിന്ന് അയോധ്യയിലേക്ക് ട്രെയിൻ സർവീസ് ഉണ്ടാകും. തിരുനെൽവേലിയിൽ നിന്ന് ഫെബ്രുവരി 1 അയോധ്യയിലേക്ക് പുറപ്പെടുന്ന ട്രെയിനിന് കേരളത്തിൽ തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം ടൗൺ, ഷൊർണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും. കൊല്ലം പരവൂരിൽ ആത്മഹത്യ ചെയ്ത അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ്യ ജോലിസ്ഥലത്ത് മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത്. സഹപ്രവർത്തകനായ APP പരിഹസിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന അനീഷ്യയുടെ ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. അതേസമയം ആത്മഹത്യയിൽ കൊല്ലം സിറ്റി ക്രൈംബ്രാഞ്ച് ACP N ഷിബുവിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. ശ്യാം എന്നെ അങ്ങോട്ട് പരിഹസിക്കാൻ തുടങ്ങി. രാത്രി എന്തിനാ ലീവ് എടുത്തേ? രാത്രി ആര് ലീവ് എടുക്കും? അവൻ ശ്യാം എന്ന് പറയുന്നത് നമ്മുടെ ജൂനിയറാണ്. ഞാൻ എൻ്റെ അനിയനെ പോലെ കണ്ട അനിയാന്നും വിളിച്ചിട്ടുണ്ട് അവനെ. അപ്പോൾ ഈ ശ്യാം ഇങ്ങനെ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു സർക്കുലർ നടക്കുന്ന മാഡം കണ്ടില്ലായിരുന്നോ? വെറും പരിഹാസം. എന്നിട്ട് സ്മിതയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിഹാസ രൂപേണ അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചു എന്നോട്. ജൂനിയറായ APP അനീഷിയെ പരിഹസിച്ചെന്ന് വ്യക്തമാക്കുന്ന ഓഡിയോ സന്ദേശമാണിത്. അർദ്ധരാത്രിയിൽ കിളിക്കൊല്ലൂർ സ്റ്റേഷനിലെ ഒരു കേസിൽ അനാരോഗ്യം കാരണം ഹാജരാകാൻ വിസമ്മതിച്ചപ്പോഴായിരുന്നു പരിഹാസം. സഹപ്രവർത്തകരുടെ ജോലി കൂടി എടുക്കേണ്ടി വരുന്നത് അനീഷയ്ക്ക് മാനസിക സമ്മർദ്ദമുണ്ടാക്കിയിരുന്നുവെന്ന ബന്ധുക്കളുടെ മൊഴി ശരിവെക്കുന്നതാണ് ഈ ശബ്ദ സന്ദേശം. അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ, കൂടെ ജോലി ചെയ്യുന്നവർ മനഃപൂർവ്വം ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ അത് അസഹനീയമാണ്, സഹിക്കാൻ നിൽക്കുന്ന കാര്യമായി. അവർ ഇനി ഈ ദ്രോഹിച്ചവർ മറ്റുള്ളവരെയും ദ്രോഹിക്കും. അതുണ്ടാകരുത്. അവർക്ക് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു അവരുടെ, ആ സ്വപ്നങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് സൂയിസൈഡ് ചെയ്യേണ്ട ഒരു പശ്ചാത്തലം ഒരുക്കിയ ആ കുറ്റക്കാരെ കണ്ടുപിടിക്കുകയും അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എവിടം വരെ വേണമെങ്കിലും ഞാൻ പോകും. സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ACP N ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അനീഷിയുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴിയെടുത്തു. ആരോപണ വിധേയരെ ഉടൻ ചോദ്യം ചെയ്യും. അനീഷിയുടെ സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തും.
അതിനിടെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനോദ് ബാർ അസോസിയേഷന് പരാതി നൽകി. കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയ്ക്കും അനീഷയ്ക്കും വേണ്ടി വിവരാവകാശ അപേക്ഷ നൽകിയ അഭിഭാഷകൻ കുണ്ടറ ജോസിനുമെതിരെയാണ് പരാതി. അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് അനീഷയുടെ കുടുംബത്തിന്റെ തീരുമാനം. 24 കൊല്ലം. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന്. പാർലമെന്റിലെ കക്ഷി നേതാക്കളുടെ യോഗമാണ് പാർലമെന്റ് ലൈബ്രറി ഹാളിൽ നടക്കുക. ബജറ്റ് സമ്മേളനത്തിലെ നടപടിക്രമങ്ങൾ സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഇരു സഭകളിലെയും 146ഓളം MP-മാർക്ക് അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് നടക്കുന്ന കക്ഷി നേതാക്കന്മാരുടെ യോഗം പ്രധാനമാണ്. ചരിത്രത്തിലിടം നേടിയ 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന് പ്രേക്ഷകർക്ക് ഇടയിൽ നിന്ന് മികച്ച പ്രതികരണം. 24 കണക്റ്റിന്റെ ഭാഗമായി നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഏവരെയും ആകർഷിച്ചത്. ഒപ്പം പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് അവതാരകർ തത്സമയം മറുപടി നൽകിയതും പ്രേക്ഷകരെ ആവേശത്തിലാക്കി. എനിക്ക് കിടക്കാടയില്ല, ആരും ഒരു വാടക വീട് തരുന്നില്ല, ജോലി ചെയ്യാൻ കഴിവില്ല. അതുകൊണ്ട് എന്നെ അമ്മയ്ക്ക് നമ്മളൊരു കിടപ്പാട് ഒപ്പിച്ചു തരും. നമുക്ക് അത് കുഴപ്പമില്ല. സന്തോഷവും ആവേശവും വൈകാരിക നിമിഷങ്ങളും ഇടകലർന്ന 6 മണിക്കൂറുകൾ. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ഇന്നലെ വരെ ആരും ചിന്തിക്കാത്ത അപൂർവ നിമിഷം. അതായിരുന്നു 24 പ്രേക്ഷക സംസ്ഥാന സമ്മേളനം. എറണാകുളം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയ ആയിരങ്ങൾക്ക് പുറമെ 10,000ങ്ങൾ സ്വന്തം വീട്ടിലിരുന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയും സംസ്ഥാന സമ്മേളനം ആസ്വദിച്ചു. സർക്കാർ സംവിധാനങ്ങളുടെ അശ്രദ്ധ മൂലം നീതി നിഷേധിക്കപ്പെട്ട് 24 വാർത്തയിലൂടെ നീതി ലഭിച്ച ഹർഷിനെ പോലെ നൂറുകണക്കിന് പേരാണ് സമ്മേളനത്തിൽ നേരിട്ട് പങ്കെടുത്തത്. നമ്മളെ ഈ ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ തുടക്കം മുതൽ ആദ്യം തന്നെ 24-ലൂടെയാണ് നമ്മളെ വാർത്ത വന്നിട്ടുള്ളത്. തുടക്കം മുതൽ ബാക്കിയുള്ള മാധ്യമപ്രവർത്തകരോടൊപ്പം നമ്മളെ കൂടെ കട്ട സപ്പോർട്ടായിരുന്ന 24 ന്യൂസിന് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. പിന്നെ അതിന് നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ഒരുപാട് ആളെ, പ്രത്യേകിച്ച് SKN സാർ, ഹാഷ്മി പോലെയുള്ള ആളുകളെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. 24 കണക്റ്റിന്റെ ഭാഗമായി നടത്തിയ ചാരിറ്റി പദ്ധതികളാണ് ഏവർക്കും പറയാനുള്ളത്. ഒപ്പം 24 അവതാരകരുടെ കലാവിരുന്നു. ഞാൻ ഉച്ചമുതൽക്ക് രാത്രി കഴിയുന്നവരെ പരിപാടി കണ്ട്, പിന്നെ ഒരുപാട് ആൾക്കാർക്കെല്ലാം പൈസ കൊടുക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ നല്ല കാര്യമാണ്. ബാക്കിയുള്ളൊരു ചാനലിനും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള പരിപാടിയായിരുന്നു. അവതാരകരുടെ ആ കോണ്ടക്ട്സ് എല്ലാവരെയും വളരെ സിമ്പിളായിട്ട് എല്ലാവരെയും വളരെ ഭംഗിയായിട്ട് നടത്തുന്നതെന്നാണ്. എന്തിനധികം പറയുന്നത്, സുഖമില്ലാതെ വീൽ ചെയറിൽ വരെ ഇവിടുന്ന് പോയ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വീൽ ചെയറിലാണ് പോയത്. വീൽ ചെയറിൽ എന്ന് വെച്ചാൽ ഉദ്ദേശിച്ച് വീൽ ചെയറിൽ കാറിൽ പോയി അവിടെ പോയിട്ട് വീൽ ചെയറിൽ തന്നെ ഇരുന്നിട്ടാണ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. കളിയും ചിരിയും ആശങ്കകളും ആവലാതികളും പരസ്പരം പങ്കിട്ട് മണിക്കൂറുകൾ കടന്നു പോയതറിഞ്ഞില്ല. വീണ്ടും കാണാമെന്ന ഉറപ്പോടെയാണ് കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയ ഞങ്ങളുടെ സ്വന്തം പ്രേക്ഷകർ മടങ്ങിയത്. 24 കോഴിക്കോട്. ഗസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് പാരീസിൽ നടന്ന ചർച്ചകളിൽ പ്രതീക്ഷ നൽകുന്നതാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. ബന്ദികളുടെ മോചനം സംബന്ധിച്ച് പുതിയ കരാറിലെത്താനാകുമെന്നും ബ്ലിങ്കൻ പറഞ്ഞു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് വാഷിംഗ്ടണിൽ വെച്ച് ആന്റണി ബ്ലിങ്കനുമായി കൂടിക്കാഴ്ച നടത്തി. ഗസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ വേണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രയേൽ പ്രതിനിധി ഗിലാഡ് എർദാൻ ഈ ആഴ്ച ഇസ്രയേലിലെത്തും. UN അംബാസിഡർമാരുടെ പ്രതിനിധി സംഘത്തെ ഗിലാഡ് നയിക്കും. അതിനിടെ ജോർദൻ സിറിയ അതിർത്തിയിൽ 3 US സൈനികർ കൊല്ലപ്പെട്ട ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന ഗ്രൂപ്പ് ഏറ്റെടുത്തു. ഇതോടെ പ്രഭാത വാർത്ത പൂർത്തിയാവുകയാണ്.